എന്താ സന്തോഷം നോക്കി. മാത്രമല്ല ഇന്നത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ഇപ്പൊ 3 പേരായിട്ടുണ്ട് സ്റ്റുഡൻസ്. ഫോട്ടോ എടുക്കുമ്പോഴാണോ സംസാരിച്ച പോണേ? ഓ അങ്ങനെ കൂനിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കരുത്, അവിടെ അടുത്ത് മാത്രമേ സംസാരിക്കണം. അല്ലേ ടക്കുടു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. മെസ്സേജ് കേട്ടോ, അച്ഛൻ അയച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗ്രൂപ്പില്, ഫാമിലി ഗ്രൂപ്പില്. പക്ഷിപ്പനി, ചിക്കൻ കഴിക്കാൻ പറ്റില്ല, 8ന്റെ പണി കിട്ടും. കോഴിമുട്ട പാതി വേവിച്ചതും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അവോയ്ഡ് ചെയ്യുന്നുള്ളത് ഫിഷിലേക്ക് മാറാമല്ലോ. എനിക്ക് അതിനുള്ള ഫിഷ് തന്നെ ഇഷ്ടം, മുട്ട കഴിക്കണ്ടല്ലോ. അപ്പൊ അവിടെ പ്രശ്നം അച്ഛനും മാമയുടെ മാമയുടെ മാത്രം സംസാരിക്കണേ. ആ പിന്നെ ആരുടെ സംസാരിക്കണ്ടേ? സംസാരിക്കില്ലല്ലോ, അവകാശം സംസാരിക്കില്ല, അച്ഛൻ സംസാരിക്കില്ല. പിന്നെ അച്ഛൻ ആരുടെ സംസാരിക്കണ്ടേ? ഞാനോട് സംസാരിച്ചോ? അവിടെ അടുത്തല്ലേ ഇപ്പൊ അച്ഛൻ സംസാരിക്കണേ? പിന്നെ എപ്പോഴാ സംസാരിക്കണ്ട അച്ഛൻ പറ. നമ്മ ഫോട്ടോ എടുക്കുമ്പോഴാണോ സംസാരിച്ച പോണേ? ഓ അങ്ങനെ കൂനിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കരുത്, അവിടെ അടുത്ത് മാത്രമേ സംസാരിക്കണം. അല്ലേ ടക്കുടു. കുനിട്ടെന്ന് ചോദിക്കല്ലേ, കുനിട്ടെന്ന് പറയണത്. നമ്മളല്ലെങ്കിലേ ചുമതിരിയാണ്, ഞങ്ങൾക്ക് മേക്കപ്പ് ആവശ്യമില്ല. വേറെ വാവേ പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ടേന്ന് ചോദിക്കുക വാവേ നമ്മുടെ അടുത്ത്. കുഞ്ഞുകുട്ടി ഇതാ അച്ഛൻ, ഇത് വലിയ കുട്ടിയല്ലേ, വയല് പല്ലൊക്കെ ഉള്ള 6 അടി പൊക്കമുള്ള വലിയ കുട്ടിയല്ലേ. അച്ഛനല്ലേ 2 അടി പൊക്കത്തിൽ നിൽക്കുന്നത്. ആ വല്ലൊക്കെ ഉണ്ടോ? പല്ലുണ്ട് ഇങ്ങനുണ്ട്, വായക്കൊരു കുറവില്ലല്ലേ. ടിറ്റ് ഫോർ ടാറ്റാണ്, ഉരുളയ്ക്ക് ഉപ്പേരി തരും. അത് ആ പെട്രോൾ ബങ്കിൽ ചോദിച്ചല്ലേ ഇവളെന്തോ നാണയ്ക്ക് ഇത് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നാണയ്ക്ക് ആള് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. അവിടുത്തെ ആള് എന്താ ചോദിച്ച്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണോ? റേഷൻ കടയിലൊന്ന് വന്ന് നോക്കിയതാ, അടച്ച് പൂട്ടിയിട്ടിരിക്കുക. ഇന്ന് ശരിക്കും തുറക്കേണ്ട ദിവസമാണ്, തുറക്കേണ്ട സമയമായി, 9 മണിയായി, ആരുമില്ല. റേഷൻ കടേൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം 1 ഏക്കറോളം വരുന്ന വലിയൊരു പാർക്കുണ്ട്. ഈ പാർക്ക് ഓപ്പണാക്കി കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് പല ആൾക്കാർക്കും. ഇത് ഓപ്പണാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വന്നിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒഴിഞ്ഞ് പൊടി പിടിച്ച് കിടക്കുന്ന പോലെ കാണാൻ പറ്റും. വെറുതെ വന്നു റേഷൻ കടയിലേക്ക്. ഇനിയിപ്പോൾ എന്താ, വൈകുന്നേരം ഒരു വട്ടം കൂടി ഒന്ന് വന്ന് നോക്കേണ്ടി വരും. ശരിക്കും 9 മണിക്ക് ഇത് തുറക്കേണ്ടതാണ്. ഇവന്മാർ കറക്റ്റ് സമയത്തിന് തുറക്കൂല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മളൊരു വഴിക്ക് പോയിട്ടൊരു സാധനം ഇല്ല, അവരവിടെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, ഫീലിംഗ് ആണ്. അപ്പോൾ റേഷൻ കട എന്നുള്ളതല്ല, ഏതൊരു സ്ഥാപനത്തിൽ ഏതൊരു പരിപാടിക്ക് പോയാലും ശരി മടങ്ങിപ്പോരുക വെറും കൈയോടെ. എന്തായാലും സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. 100 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിന് മാത്രം സാധനങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടും. എന്നിട്ട് തന്നെ മുഴുവനൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ചേ മേടിച്ചിട്ടുള്ളൂ, പകുതിയേ മേടിച്ചിട്ടുള്ളൂ പല ഐറ്റംസും. ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോതമ്പാണിത്. 3 കിലോ ഉള്ളൂ. ഒരു 5 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം എത്രത്തോളം നല്ലതാണ്, ശുദ്ധമാണെന്നൊന്നും പറയാൻ വയ്യല്ലോ. ഫുള്ള് മായം ചേർത്തതായിരിക്കില്ലേ. നമ്മുടെ പണിയാണ് കാക്ക വരാതിരിക്കാൻ. എന്തല്ലേ ഐഡിയ. ഇന്നലെ ഈ ബാക്ക് റെസ്റ്റ് ഊരി വെച്ച സമയത്ത് ഇത് ചാരുന്ന സമയത്ത് വേദനിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് കംഫർട്ടബിളായി, കുഴപ്പമില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. 1:35 ആയി, ലഞ്ച് ടൈമാണ്. കുറച്ച് മട്ടരി, ദോശ, പപ്പടം, സാമ്പാർ, കേബേജ് ഉപ്പേരി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. നാളെ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മെയിൽ ID മെയിൽ മൂലം സെൻഡ് ചെയ്യാം. AVPT CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ അപ്ലൈ ഇമ്മീഡിയറ്റ്ലി എന്ന് വന്നിട്ടുണ്ടോ? ഹാപ്പി ആയില്ലേ? സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയില്ലേ? ചെറിയ സന്തോഷം മുഖത്ത് കാണാണ്ട്. 500ന്റെ ബൾബ് എത്തിയ പോലെ ഉണ്ട്. ആള് വന്നു, ആളെണ്ണം കൂടി. ഇനി നാളെ ഒരാൾ കൂടി വരും. ഇതിപ്പോ ലാസ്റ്റ് നിമിഷമായി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ സന്തോഷം നോക്കി.
പക്ഷെ ആദ്യം ഇവരൊക്കെ വന്ന് ചേരാൻ തന്നെ പറഞ്ഞ് ആ സ്കൂളിൽ അങ്ങനത്തെ കണ്ടീഷൻ ഉള്ള കാരണം ഇപ്പൊ അവര് ഭയങ്കര കമ്പലിയാണ് എന്നെ, അതുകൊണ്ട് അയച്ചതാ. അവർക്കും നല്ലതല്ലേ സ്കൂളത്തെ ആൾക്കാർക്ക്. പോട്ടെ, ഒരുപാട് സമയം അതല്ലടാ, സ്കൂളത്തെ ആൾക്കാർക്കും കുട്ടികൾ നല്ല റിസൾട്ട് കൊണ്ടുവരണമെങ്കിൽ നല്ലതല്ലേ. ആ കണ്ടീഷൻ ഉള്ള കാരണേ മുകളിൽ കയറാനേ. എന്തായാലും അമ്മുവിന് സ്റ്റുഡൻസ് ഇതാ വന്നു, ഇനിയിപ്പോൾ നാളെയും വരും. എന്തായാലും നല്ല സന്തോഷമുണ്ട്, കാരണം പ്രോഗ്രസ് ഉണ്ടല്ലോ. നമ്മളൊരു പരിപാടി തുടങ്ങിയിട്ട് അത് പാളിപ്പോയി എന്ന് പറയുമ്പോഴാണ് സങ്കടം. ഇതിപ്പോൾ ഏതായാലും ആള് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സംരംഭം വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവല്ലേ. വരാൻ വൈകുന്നതിൻ്റെ കാരണം എന്താ അറിയോ, ഒരു 10-12 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോയി. ഒരു CBSE സ്കൂളാണ്. അപ്പോൾ അവിടെ അപേക്ഷ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു, 5 മണിയായി. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ദൂരമുണ്ടേ. ഒരു പയ്യൻ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു, അവൻ വന്നു. മുമ്പുള്ള 2 പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇതിപ്പോൾ ലാസ്റ്റ് വന്നവൻ. അങ്ങനെ 3 പേര്, 2 പയ്യന്മാർ, ഒരു പെൺകുട്ടി. ഇനി അറിയില്ല വരുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാൻ കുട്ടികളുടെ ഫേസ് കാണിക്കുന്നില്ല, അത് മോശമല്ലേ. അവരുടെ പ്രൈവസി നമ്മളായിട്ട് കൊളാക്കുന്നത് ശരിയാണോ? പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ, പഠിക്കുന്ന കുട്ടികളല്ലേ, അതുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ, പ്രോഗ്രസ് ഒക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതാണ് പിന്നെ പറയണത്. ക്ലാസ് നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസാ. പുതിയ പിള്ളേര് ആദ്യം തൊട്ട് കിട്ടിയത് നന്നായിരുന്നു, നന്നായിരുന്നു. കണ്ണിന്റെ അച്ഛൻ വന്നു കൊണ്ടുപോകാൻ കറക്റ്റ് വന്നോ ടൈമിന്? ഒന്ന് കുറച്ച് നന്നായി പഠിക്കും, അബവ് ആവറേജ് ആണ്, ബാക്കി രണ്ടും ഒരു ആവറേജ് ആണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു സ്കൂളിലും കൂടി, ഒരു CBSE സ്കൂളിലും കൂടി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ അറിയില്ല, വിളിക്കുമോ ഇല്ലയെന്ന് അറിയില്ല. അവിടെ വേക്കൻസി ഉണ്ടെങ്കിലേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് വരുമോ നോക്കാം. മാത്രമല്ല ഇന്നത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി ഇപ്പോൾ 3 പേരായിട്ടുണ്ട് സ്റ്റുഡൻസ് ട്യൂഷന് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.